അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ യമൻ്റെ ഭാഗത്തിൽ ഒരു കള്ളപ്രവാദി നബി പ്രത്യക്ഷപ്പെട്ട അസ്വദുൽ അൻസിൻ്റെ അവൻ്റെ പേര്. ഈ മനുഷ്യ നാണ് ഈ ഭാഗത്തുള്ള പ്രവാദിയായിട്ട് അള്ളാഹുടെ ഭാഗത്തിൽ നിയോഗിക്കപ്പെട്ടതായ ഒരു നബിയായിട്ട് ചെന്നിട്ട് വാദിക്കോ തുടങ്ങി. സഹജമായിട്ട് അവൻ്റെ വാദത്തെ നമ്പിട്ട് ഒരുപാട് ആൾമാർ അവൻ്റെ അനുയായിട്ട് തീരുന്നാറ്. ഏതൊരു പുതിയ വാദം കൊണ്ടുവന്ന ആൾമാർക്ക് ആൾ കിട്ടല്ലേ. അങ്ങനെ അവൻ്റെ അനുയായികളായിട്ട് ഒരുപാട് ആൾമാർ സേറോ തുടങ്ങിയപ്പോൾ അതിൽ ശക്തമായിട്ട് എതിർത്തൊരു മഹാനായിട്ട് മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു, ആ കാലഘട്ടത്തിൽ യമൻ്റെ ഭാഗത്ത് ജീവിച്ച എന്നൊരു മഹാൻ. അങ്ങനെ നല്ല ശക്തമായിട്ട് എതിർത്തിട്ടുള്ള ഒരാളുണ്ട്. അയാളുടെ പേര് മുസ്ലിമുൽ ഖൗലാനിട്ട് അറിഞ്ഞപ്പോൾ ഈ അസ്വദുൽ അൻസിൻ്റെ ഈ കള്ളപ്രവാദി അയാളുടെ കൊണ്ടുപറവ് ചെന്ന അങ്ങനെ അവൻ്റെ അനുയായികൾ ബഹുമാനപ്പെട്ട മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നാർ. അങ്ങനെ അവൻ കേട്ട അതഷ്ഹദു അന്നി റസൂലുള്ളാഹ്, ഓ മുസ്ലിമുൽ ഖൗലാനി, ನಾನು റസൂലുണ്ട്, നിങ്ങൾ അള്ളാഹുടെ റസൂലുണ്ട്, നിങ്ങൾ വിശ്വസിക്കാറാണ്. അപ്പോൾ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു ചെന്ന്, നീ എന്ത് ചെന്നിട്ടുള്ളേ, നീ ചെല്ലതൊന്നും നക്ക് കേൾക്കില്ല ചെന്ന്. പിന്നെയും ആവർത്തിച്ച് കേട്ട, പിന്നെയും മകനെ ചെന്ന്, നീ ചെല്ലത് നക്ക് കേൾക്കില്ല ചെന്നെങ്കിൽ ഞങ്ങൾ ആൾറെഡി ഈ ലോകത്ത് അവസാനത്തെ നബിയായിട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞങ്ങൾ ഖാത്തിമുൽ അംബിയായിട്ട് ഞങ്ങൾ വിശ്വസിച്ചിട്ടായിരുന്നു. അതിൽ പിന്നെ ഒരു നബി പറവ് സാധ്യമേയില്ല. അത് വന്നെങ്കിൽ കള്ള നബിയായിട്ടിരിക്കണം. നിക്ക് എന്തോ ഒരു മാനസികമായിട്ടിരിക്കും, അല്ലെങ്കിൽ നീ ഇങ്ങനെ നബീൻ്റെ വാദിക്കിടേറ്റ് ധൈര്യത്തോടു കൂടെ എല്ലാ സമൂഹത്തിൽ വെച്ചിട്ട് മുസ്ലിമുൽ ഖൗലാനി ആ കള്ള നബിയെ എതിർത്തിട്ട് ബഹുമാനപ്പെട്ടവരുടെ ആ മറുപടി കേട്ടിട്ട് അവന് വിഷയമായിട്ട് ചങ്കയത്ത് അവൻ ചെന്ന ഇയാളെ കൊണ്ടുപോയിട്ട് ഒരു വലിയൊരു തീ കൊണ്ടാർത്തിലൊരു കരച്ച് കളയറുണ്ട്. അങ്ങനെ വലിയൊരു തീരെ ഒരു ഗുലി എടുത്തിട്ട് ആ ഗുലിയിൽ ഇയാൾ അനുയായികൾ കൊണ്ടുപോയിട്ട് ഈ ഓൻ്റെ അനുയായികൾ കൊണ്ടുപോയിട്ട് മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹുവിൻ്റെ ആ തീ കൊണ്ടാർത്തി കിട്ടാറ്. പക്ഷേ അത്ഭുത ചൊല്ലണോ, ആ മഹാൻ്റെ കറാമത്തിലായിട്ട് അയാൾക്ക് തീ തട്ടിയതേ അല്ല, ചെല്ലും തട്ടില്ല, അയാളുടെ വസ്ത്രം പോലും കരഞ്ഞില്ല. ഇത് കണ്ടപ്പോൾ ഒരുപാട് ആൾമാർ അത്ഭുതപ്പെട്ടാർ. അപ്പോൾ ഈ അസ്വദുൽ അൻസി ഈ കള്ളപ്രവാദിരട്ട അവൻ്റെ അനുയായിമാർ ചെന്നാർ, ഈ മനുഷ്യ ഭാര്യ ഡേഞ്ചർ മനുഷ്യ, ഇയാൾ ഇങ്ങനെ അത്ഭുതം കാണിക്കുക തുടങ്ങിയെങ്കിൽ നിങ്ങളെ അനുയായികളെല്ലാം നിങ്ങളെ വിട്ടുപോകാറ്. അതുകൊണ്ട് ഈ മനുഷ്യരെ കൂടെ എങ്ങനെ പലായനാക്കും, ഈ മനുഷ്യരെ കൊല്ലുവാൻ നമുക്ക് സാധ്യമല്ല, ഗടിപ്പാറാക്കുന്നുണ്ട്. അങ്ങനെ അസ്വദുൽ അൻസി ബഹുമാനപ്പെട്ട മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹുവിൻ്റെ ഗടിപ്പാറാക്കിയ റായത്തിൽ നിന്ന് പാത്തിട്ടപ്പോൾ വളരെ ബേജാറോടുകൂടെ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു നേരെ ഇലാ ഹദ്റത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് വന്നു, മദീനത്തിലേക്ക് വന്നു. പക്ഷേ ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫ സ്ഥാനം ഏറ്റെടുത്തിട്ടുണ്ട്. നേരെ വന്നിട്ട് പള്ളിയിൽ ഒരു മുസാഫിർ പോലെ വെച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇതൊരു ആൾ പുതിയ ആളല്ലേ, ഇതിവിടെ വന്നിട്ട് ഇങ്ങനെ പോയിട്ട് കേട്ടിട്ട് മിൻ ഐന ജീത്ത, നീ ഇവിടെ വന്നിട്ടേ കേട്ടു. അപ്പോൾ ചെന്ന് ഞാൻ യമൻ്റെ വന്ന ആളായിട്ട് ഇക്കടേണ്ട്. ഓ യമൻ്റെ വന്ന ആളാ, യമനിൽ ഒരാളെ തീക്ക് ഇട്ടിട്ട് അയാൾ കരയാൻ്റെ അത്ഭുതമായ ഒരു കാര്യം സംഭവിച്ചിട്ടില്ലേ, നീ ഗൊന്തുണ്ടാ, അത് ആരുണ്ടെങ്കിൽ ഗൊന്തുണ്ടാ. അപ്പോൾ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു ചിരിച്ച് ചെന്നു, അത് നാനേ ആയിട്ടിക്കടേണ്ട്. സുബ്ഹാനല്ലാഹ്, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭാര്യ സന്തോഷമായിട്ട് അയാളെ അരക്കി പിടിച്ചിട്ട് മുത്തിട്ട് അങ്ങനെ അയാളെ കൈ പിടിച്ചു ഇലാ ഹദ്റത്തി ഖലീഫത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഖലീഫയായ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുട്ടം വന്നു.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റൂം വന്നു. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റൂം വന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഈ മഹാനെ ഒന്ന് പരിചയമാക്കുവാൻ ബായ് തുറക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉടൻ തന്നെ അയാളെ നോക്കി ചെന്നു. അൽഹംദുലില്ലാഹില്ലദീ ലം യുമിത്നി ഹത്താ അറാനിയ ഫി ഉമ്മത്തി മുഹമ്മദിൻ മൻ ഫുയില ബിഹി മാ ഫുയില ബി ഇബ്രാഹീമിൽ ഖലീൽ. അള്ളാഹുടെ നാണ് സ്തുതിക്കടെ. അള്ളാഹു നക്ക് ഒരാളെ അള്ളാഹു നക്ക് ഒരാളെ എന്താക്കിയ കാണിച്ചു തന്ന ആ കാണിക്കണമെന്നുള്ള അള്ളാഹു തന്നെ മരിപ്പാട്ടിട്ടില്ല. അപ്പോൾ ആ മരിക്കണമെന്നുള്ളൂ ഒരു മഹാൻ്റെ നക്ക് കാണൂ അള്ളാഹു ഭാഗ്യ തന്ന അങ്ങനത്തെ അള്ളാഹുടെ നാണ് സ്തുതിച്ചോണ്ടില്ലേ. എങ്ങനത്തെ മാന്ന് ആ മഹാൻ്റെ ജീവിതത്തിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതായ ഒരു അത്ഭുതം ആ മഹാൻ്റെ ജീവിതത്തിലും സംഭവിച്ചത്. അങ്ങനത്തെ ഒരു മഹാൻ്റെ നക്ക് കാണിച്ചു തന്നെ അള്ളാഹുടെ നാണ് സ്തുതിക്കലായിട്ട് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെന്നു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ തീ കുണ്ടാറത്തി എറിഞ്ഞിട്ട് അത്ഭുതമായിട്ട് രക്ഷപ്പെട്ട ആ ഒരു സംഭവം ബഹുമാനപ്പെട്ട മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ സംഭവിച്ചത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തുകളുടെ കൂട്ടത്തിൽ അങ്ങനത്തെ ഒരു ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ സംഭവിച്ചവർ മഹാ അത്ഭുത നബിതങ്ങളുടെ ഉമ്മത്തിൽ സംഭവിച്ചവർ ആ മഹാൻ്റെ നക്ക് കാണിച്ചു തന്ന റബ്ബ് ആ റബ്ബിനെ നാണ് സ്തുതിക്കടായിട്ട് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു നെറ്റിപ്പോയിട്ട് ഞാൻ ഇന്നും ഇയാളെ കൃത്യമാക്കിയിട്ടില്ല, ഇയാൾ ആറിട്ട് ನಾನು ചൊന്നിട്ടേ ഇല്ല. ಅದರ മുന്നേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് എങ്ങനെ ಗೊತ್ತಾಯಿತು ಎಂಟಾಯಿತು ಕಡೆ ഉമർ റളിയല്ലാഹു അൻഹു വളരെ അത്ഭുതത്തോടു കൂടി മുഖം നോക്കിയിട്ട്. അപ്പോൾ ആ മഹാൻ്റെ കണ്ടപ്പമേ ആ മഹാൻ്റെ പരിചയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയത് അത് അബൂബക്കർ സിദ്ദീഖിൻ്റെ കറാമത്തായിട്ട് എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ അതിൻ്റെ വിശ്ലേഷിക്കണം. അപ്പോൾ ഇവിടെ രണ്ട് കറാമത്തായിരിക്കണം. ഒന്ന് ബഹുമാനപ്പെട്ട മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹുവിൻ്റെ കറാമത്ത്, പിന്നെ തീയിലിട്ടിട്ട് പോലും കറിയാത്ത ഒരു അത്ഭുതമായ കറാമത്ത്. പിന്നൊന്ന് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ മഹാൻ്റെ മുസ്ലിമുൽ ഖൗലാനി ആരും ചെന്നിട്ട് പരിചയമാക്കിയുടെ മുന്നേ അയാളുടെ പരിചയം ആയിട്ട് അള്ളാഹുടെ സ്തുതിച്ചിട്ട്. അപ്പോൾ മഹാന്മാർക്ക് അള്ളാഹു പല അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കണം. നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു നമുക്ക് അറിയിച്ചു കൊടുക്കണം. ചെല്ലേക്കൊരു വളരെ ജ്വലന്ത നിദർശനമായിരിക്കും ഈ സംഭവം. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരെല്ലാം ബർക്കത്തിൽ നല്ല ദുനിയാവും ആഖിറവും അള്ളാഹു സലാമത്താക്കട്ടെ. നല്ല എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു നീക്കിയിട്ട് ദുനിയാവിലും ആഖിറത്തും സന്തോഷത്തും റാഹത്തും ഇസ്സത്തും സലാമത്തും നിഅമത്തും അള്ളാഹു ആക്കി തീർക്കട്ടെ. ആമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.